തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ ബോളിയുടെ റെസിപ്പിയാണ് ഇന്ന്. അതിനുവേണ്ടി നമുക്കൊരു കുക്കറിലേക്ക് 250 ഗ്രാം കടലപ്പരിപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കടലപ്പരിപ്പ് മാറ്റി അതിനകത്ത് 250 ഗ്രാം ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗവിൽ ഒന്ന് വെച്ച് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഷുഗർ മെൽറ്റ് ആവുന്ന വാട്ടറും പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇത് കളറിന് വേണ്ടിയാണ്. 1/4 ടീസ്പൂൺ ജാതിക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചെയ്ത് ഇതേപോലെ വരട്ടിയെടുക്കാം. പരിപ്പ് ചൂടാറുമ്പോഴേക്ക് മൈദ നമുക്ക് കുഴയ്ക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസ് പരുവത്തിൽ വേണം കുഴയ്ക്കാനായിട്ട്. അതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ തടവി മാറ്റി വെക്കാം. അപ്പോഴേക്കും ചൂടാറിയ പരിപ്പ് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചു വെച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റാം. പിന്നെ നമ്മൾ മൈദയും കുഞ്ഞു ബോൾസ് ആക്കി ഈ മൈദയുടെ അകത്ത് നമ്മുടെ കടലപ്പരിപ്പിന്റെ ഫില്ലിംഗ് ചേർത്ത് ഫുള്ളായിട്ട് കവർ ചെയ്യാം. എക്സസ് ആയിട്ടുള്ള മൈദ നമുക്ക് മാറ്റി ബോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കണക്ക് കൈകൊണ്ട് പരത്താം. അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പരത്തുന്നത് പോലെയും ബോളി നമുക്ക് ചെയ്യാം. നമുക്ക് അരിപ്പൊടിയിൽ മുക്കിയിട്ട് വേണം ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട്. അത്യാവശ്യം കനം കുറച്ച് വേണം ബോളി നമ്മൾ പരത്തിയെടുക്കാൻ. അതിനുശേഷം നമുക്ക് ചൂടുള്ള കല്ലിലിട്ട് രണ്ട് സൈഡിലും നെയ്യ് തൂകി നമുക്ക് ചുട്ടെടുത്താൽ നമ്മുടെ ബോളി റെഡിയായി. ബോളി ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോയെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. അതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ബോളി. താങ്ക്